ഓണസദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഔട്ടിങ് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അത് എങ്ങോട്ട് വേണം എന്നുള്ളതായിരുന്നു ഒരു കൺഫ്യൂഷൻ. ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാനായിട്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് മറക്കണ്ട. ഇതാണ് എൻ്റെ അനിയൻ. അപ്പം ഞാൻ എൻ്റെ ഇത്താത്ത, എളിയമ്മ, അനിയൻ, കൊച്ച് ഞങ്ങൾ ഇത്രയും പേരാണ് ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയത്. ഹൈക്കോർട്ടിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ടിക്കറ്റ് എടുത്തത് അങ്ങോട്ടേ പോയി. മറൈൻ ഡ്രൈവിലേക്കുള്ള എൻട്രിയും അവിടെ നിന്ന് വീശിയൊരു കാറ്റും. ആഹാ, ഇതിൽ പ്രത്യേക സമയങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. അത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തിൻ്റെ ആവും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു മേക്കപ്പിൻ്റെ ആവും, ചിലപ്പോൾ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ആവും. എന്തായാലും എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കിയിരുന്ന ഒരു വീഡിയോ ആണത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാപ്പോഴത്തേം പോലെ ഇന്നും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പോണേൻ്റെ അടുത്ത് ഞങ്ങളൊരു കോഫി കുടിക്കാനായിട്ട് കയറി. ബൈ ദ ബൈ, ഈ ടീഷർട്ട് എൻ്റെ അനിയൻ്റെയാണ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനെത്തി. അല്ല, ലുലു മാളിലേക്കായിരിക്കും പോകണമെന്ന് ചിന്തിച്ചവരുണ്ടോ ഇതിന്? ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ആദ്യം തന്നെ അനിയൻ പറഞ്ഞു നമുക്ക് ബോട്ടിങ്ങിന് കയറാമെന്ന്. കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. പക്ഷെ അങ്ങ് അടുത്തെത്തിയപ്പോഴേക്കും എനിക്ക് എൻ്റെ മൂഡ് പോയി. അറിയാലോ, മടിയും മൂഡ് സ്വിങ്സും അത് രണ്ടും എനിക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ച സാധനങ്ങളാണ്. ഇങ്ങനൊരു ഔട്ടിങ് എത്രമാത്രം റിലാക്സിങ് ആണെന്ന് അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ വ്യൂ. അനിയനും അല്ലും കൂടി ബോട്ടിങ്ങിലൊക്കെ കയറി. അല്ലുവിനെ പറ്റിയ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടായി. അവൻ ചാടി ഓടി അതിലൊക്കെ കയറുന്നുണ്ടായി. എനിക്ക് പറ്റിയ ഒന്നുമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കതിൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു പോപ്കോൺ വാങ്ങി കഴിച്ച്. ഓട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് പണ്ടേ അലർജി ആയിട്ടുള്ള ഒരു അനിയൻ എനിക്കുള്ളത്. അതുകൊണ്ട് അവനെ നിർബന്ധിച്ച് പിടിച്ചാൽ ഞാൻ പോസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ബസ്സിന് വന്നുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ ലേറ്റ് ആവണ്ടല്ലോ എന്നോർത്ത് അധികം വൈകാതെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റോപ്പ് എത്തി, ബസ് കിട്ടി, സീറ്റും കിട്ടി. ബസ് ഇറങ്ങി ബേക്കറി കയറി വെള്ളം വാങ്ങി നേരെ വീടെത്തി. എ വെൽ സ്പെൻഡ് ഈവനിങ്.